ഐ എം ജയപ്രകാശ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഗജകേസരി യോഗം. അതെ, ഗജകേസരി യോഗമോ? അങ്ങനെ ഒരു യോഗത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ, ആഗ്രഹിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. എന്താണ് ഈ ഗജകേസരി യോഗം? ഗജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ആനയാണ്. സർവശക്തിയുള്ള കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. കേസരി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് കേസരി? സിംഹം. അതെ, നല്ല ഉഗ്രപ്രഭാവശാലിയായ സിംഹം. അപ്പോൾ ഗജകേസരി എന്ന് പറയുമ്പോൾ ആനയും സിംഹവും നിങ്ങളിൽ ഉറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആത്മശക്തിയെ സൂചിപ്പിക്കുന്നതാണ് ഗജം, നിങ്ങളുടെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് കേസരി. ഇത് രണ്ടും സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമ്മുടെ ബുദ്ധി ശരിയായി പ്രവർത്തിപ്പിച്ച് ആനയെ മെരുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളാണ് സത്യത്തിൽ ഗജകേസരി യോഗമുള്ളവരായി നിലകൊള്ളുന്നത്. എവിടെയും, അത് നിങ്ങളൊരു വീട്ടിലായിക്കോട്ടെ, ഒരു കുടുംബിനി ആയിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു പ്രൊഫഷണലായിക്കോട്ടെ, നാനാ തുറകളിൽ വർക്ക് ചെയ്യുന്നവരും ഈ രണ്ട് കാര്യങ്ങളെ, തൻ്റെ ബുദ്ധിയെയും തൻ്റെ മനസ്സിനെയും ആത്മാവിനെയും സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട്, ബാലൻസ് ചെയ്തുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് റൈഡ് ചെയ്യുമ്പോഴാണ്, മുൻപോട്ട് നയിക്കുമ്പോഴാണ് ഗജകേസരി യോഗമുള്ള വ്യക്തിത്വങ്ങളായി മാറുന്നത്. അപ്പം പലപ്പോഴും ഇന്നത്തെ ജീവിത കാലഘട്ടത്തിൽ ഇതിനെ രണ്ടിനെയും മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ഒരു വ്യക്തിയുടെ പരാജയ കാരണം. ഗജകേസരി യോഗമുള്ളവരെ ഓർത്ത് നമ്മൾ നെടുവീർപ്പിടുന്നത്. നമുക്കും എന്തേ അത് ലഭിക്കാത്തത്? ചിലർക്ക് ജന്മനാ തന്നെ ഗജകേസരി യോഗത്തിലായിരിക്കും അവരുടെ പിറവി. കാരണം അത്തരത്തിലുള്ള ഒരു ശൈലിയിലാണ് അവർ വന്നത്, അല്ലെങ്കിൽ ജീവിത ശൈലിയിലൂടെയാണ് പോകുന്നത്. ചിലർക്ക് പ്രാരംഭത്തിൽ ജന്മനാ ഒന്നും ഈ ഗജകേസരി യോഗം ഉണ്ടാകില്ല. ഇടക്കാലഘട്ടം കൊണ്ടായിരിക്കും തൻ്റെ ഉള്ളിലുള്ള ഈ ആത്മശക്തിയെ തിരിച്ചറിയാനും ബുദ്ധി കൊണ്ട് പ്രവർത്തിപ്പിച്ച് ഇടക്കാലഘട്ടം കൊണ്ട് ഗജകേസരി യോഗമുള്ളവരായി മാറുന്നത്. ചിലർക്ക് അന്ത്യനാളുകളിലായിരിക്കും ഈ ഗജകേസരി യോഗമുള്ളത്. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആത്മശക്തിയെ, ആ ദൃഢശക്തിയുള്ള ആനയെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് 3 വേളകളിലായിട്ടാണ്. തൻ്റെ ഉള്ളിലെ ആത്മശക്തി, ആത്മാവിനെ തിരിച്ചറിയുന്നത് 3 വേളകളിലായിട്ടാണ്. ഒന്ന്, ജന്മനാ തിരിച്ചറിയുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞു, അവരാണ് ജന്മനാ ഗജകേസരി യോഗത്തിലുള്ളവർ. അവരെ വിളിക്കുന്ന പേരാണ് മഹാത്മാക്കൾ, മഹത് ആത്മാക്കളായിട്ടുള്ളവർ. ഒരുപക്ഷെ ജീവിതത്തിലോ അല്ലെങ്കിൽ കർമ്മപദത്തിലോ ഒക്കെ വളരെ താഴ്ന്ന നിലവാരമാണെങ്കിലും ഈ യോഗമുണ്ടെങ്കിൽ അവരെ ലോകമറിയുന്നവരായി ആദ്യം മുതൽ അറിയപ്പെടുന്നു മഹാത്മാക്കൾ. വലിയ വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല. രണ്ടാമത്തെ കൂട്ടർ ഇടക്കാലഘട്ടം കൊണ്ടാണ് തൻ്റെ ആത്മശക്തിയെ, അല്ലെങ്കിൽ ചില പ്രത്യേക കഴിവുകളെ തൻ്റെ ഉള്ളിൽ ഉറഞ്ഞിരുന്നത് അവർ കണ്ടെത്തുന്നത്, അല്ലെ കാണാനൊരു സാഹചര്യമുണ്ടായത്. അവിടം കൊണ്ട് അവരടിച്ചു കയറുന്നു. അവരുടെ ബുദ്ധിയും ആത്മശക്തിയെയും കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തനം തുടങ്ങുന്നു. അവരുടെ രംഗത്ത് അതിസ്ഫുലിംഗങ്ങളായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. അവരിടക്കാലഘട്ടം കൊണ്ട് ഗജകേസരി യോഗമുള്ളവരായി മാറുന്നു. ചിലരുണ്ട്, അവർക്ക് മൂന്നാമത്തെ കൂട്ടരുണ്ട്, അവർക്ക് ഈ ഗജകേസരി യോഗം ഉണ്ടെങ്കിലും ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഐഡിയ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, പരിശീലിച്ചിട്ടില്ല. മൂന്നാമത്തെ കൂട്ടർ പരിശീലനത്തിലൂടെ ഗജകേസരി യോഗം നേടുന്നവരാണ്. തീർച്ചയായിട്ടും എന്തും ഏതും പരിശീലനത്തിലൂടെയല്ലേ നമ്മൾ നേടുന്നത്. ഇന്ന് നിങ്ങൾക്കറിയുന്ന പല കാര്യങ്ങളും, അനായാസം ചെയ്യുന്ന, നിങ്ങൾ ചെയ്തു പോരുന്ന പല കാര്യങ്ങളും പണ്ട് നമുക്കറിയില്ലായിരുന്നു. അതെങ്ങനെ സ്വായത്തമാക്കി? നിരന്തര പരിശീലനത്തിലൂടെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ഗജകേസരി യോഗത്തെ പുറത്തെടുക്കാൻ കൃത്യമായ ചിട്ടയായ പരിശീലനത്തിലൂടെ അല്പം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗജകേസരി യോഗമുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് സാധിക്കും. ഈ ബുദ്ധിയെ കയറി കടന്നാക്രമിക്കുന്ന കാലുഷിക ചിന്തകളെ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ വിഷനെ, ലക്ഷ്യങ്ങളെ ആ ഗജത്തിലേക്ക്, തൻ്റെ ആനയിലേക്ക്, ആനയുടെ ശക്തിയിലേക്ക് സമർപ്പിക്കുകയും കൂടെ ചെയ്യാനുള്ള ഒരു ആർജവം നേടുമ്പോൾ, ആ പരിശീലനം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗജകേസരി യോഗമുള്ള വ്യക്തികളായി മാറുന്നു.
ഇതിന് നിരവധിയായ മാർഗങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. നിരവധി ബുക്കുകളുണ്ട്, പല പല ചിന്തകളുണ്ട്, നിരവധി എക്സ്പെർട്ടുകളുണ്ട്, നിരവധി ട്രെയിനർമാരുണ്ട്. അപ്പം നമുക്ക് യോജിച്ച രീതിയിലുള്ള ഏതെങ്കിലും പാതയിലൂടെ ഈ ഗജകേസരി യോഗത്തെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്തെടുത്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള നിരന്തരമായ പരിശീലന പദ്ധതികൾ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ എല്ലാ മാസവും 2 ദിവസം പബ്ലിക്കിനുമായിട്ട് കൊടുക്കാറുണ്ട്. അതിനുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻ്റെ പേഴ്സണൽ ഒഫീഷ്യൽ നമ്പറിൽ വിളിക്കാം. വർക്കിംഗ് ടൈമിൽ 0484-233-5554. മൊബൈൽ നമ്പർ 9447036859. നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.